കാസർഗോഡ് ബേക്കലിൽ മകൻ്റെ അടിയേറ്റ് പിതാവ് മരിച്ച സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. ഇപ്പോൾ പള്ളിക്കര സ്വദേശി അപ്പക്കുഞ്ഞ് മകൻ പ്രമോദിനെതിരെ പരാതി കൊടുത്തിരുന്നു. എന്നാൽ പോലീസ് വേണ്ടത്ര ശ്രദ്ധ കാണിച്ചില്ല. അപ്പക്കുഞ്ഞിയുടെ മകൾ റീത്തയാണ് ഇക്കാര്യം പറയുന്നത്. അന്ന് രാവിലെ തൊട്ടേ പ്രശ്നമായിരുന്നു. രാവിലെ അച്ഛനെന്തോ അവനോട് ചോദിച്ചു, ഒരു വണ്ടിയിലെ ചെറിയ ടാങ്ക് ഡാമേജ് വന്നിട്ടുണ്ട്, അതെന്തേ ചോദിച്ചത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ ചോദിച്ചതിൻ്റെ പേരിൽ അവൻ പ്രശ്നമാക്കി വരും. എന്നിട്ട് അച്ഛൻ നല്ലോണം ഗുൽമാലാക്കുന്നു. എന്നിട്ട് അച്ഛൻ്റെ ഡ്രസ്സ് അതെല്ലാം ഏട്ടനെടുത്തിട്ട് പുറത്ത് കളഞ്ഞു. അച്ഛൻ എന്തൊക്കെ സ്റ്റേഷനിൽ പോയി, അച്ഛനമ്മ സ്റ്റേഷനിൽ പോയി. മിനിയാന്ന് കൊടുത്തിന്. അന്നേരം ഓനും സ്റ്റേഷനിൽ പോയിന്. സ്റ്റേഷനിൽ പോയിട്ട് വന്നതിന് ശേഷം ഈ ഹാമർ റോഡിലും ആദ്യം തലക്കടിച്ചു. മിനിയാന്ന് ഉച്ചക്കാണ് സംഭവിക്കുന്നത്. കൊല്ലപ്പെട്ട അപ്പക്കുഞ്ഞിയുടെ പള്ളിക്കരയിലെ വീട്ടിൽ നിന്ന് അരുൺ പാറക്കൽ തത്സമയം ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ പോലീസിൻ്റെ ഒരു അലംഭാവം ഈ കാര്യത്തിൽ ഉണ്ടായതായി നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലായോ? അതുതന്നെയാണ് കുടുംബം ആരോപിക്കുന്നത് പോലെ ചില വീഴ്ചകൾ ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിപ്പോൾ അപ്പക്കുഞ്ഞിയുടെ വീടാണ്, പള്ളിക്കരയിലെ വീടാണ്. ആ വീട്ടിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ വീട് മുഴുവൻ വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് ഈ മകൻ പ്രമോദ് അകത്ത് കടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വീട് അടിച്ചു തകർത്തിട്ടുണ്ട്. ഇന്നലെയാണ് ഈ ഒരു സംഭവം, അതായത് മരണത്തിന് കാരണമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. പക്ഷേ മാർച്ച് 31, അതായത് മിനിഞ്ഞാന്ന് രാവിലെ മുതൽ തന്നെ പ്രശ്നമുണ്ടായിരുന്നു എന്നാണ് മകളും അതുപോലെ തന്നെ ഈ പ്രദേശവാസികളും നാട്ടുകാരും ഉൾപ്പെടെ പറയുന്നത്. മിനിഞ്ഞാന്ന് ആദ്യഘട്ടത്തിൽ ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകി. അതിനുശേഷം പോലീസ് അച്ഛനും മകനും തമ്മിലുള്ള ഒരു പ്രശ്നമായതിനാൽ അത് ഒരു ഒത്തുതീർപ്പിനുള്ള ശ്രമം നടത്തി. പിന്നീട് ഉച്ചയ്ക്ക്, അതായത് ഉച്ചയോടുകൂടി ഏകദേശം 1 മണിയോടുകൂടി മകൻ ഹാമർ ഉപയോഗിച്ച് പിതാവിൻ്റെ അപ്പക്കുഞ്ഞിയുടെ തലക്കടിച്ചു. രക്തത്തിൽ കുളിച്ച് അദ്ദേഹം റോട്ടിൽ നിൽക്കുന്ന സമയത്ത് സമീപത്തെ ഒരു ഓട്ടോ ഡ്രൈവറാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക്, അതായത് പോലീസ് സ്റ്റേഷനിലേക്ക് അദ്ദേഹം പോകണമെന്ന് വാശി പിടിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചെന്നാണ് നാട്ടുകാർ അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞത്. മകളും ഇക്കാര്യം തന്നെയാണ് വ്യക്തമാക്കിയത്. തൊട്ടുപുറകിൽ കാണുന്ന ആ ബുള്ളറ്റുമായി ബന്ധപ്പെട്ട തർക്കമാണ്, അച്ഛനും മകനും തമ്മിലുള്ള തർക്കമാണ് ഈ ഒരു മർദ്ദനത്തിൽ, സംഘർഷത്തിൽ കലാശിച്ചതെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും മിനിഞ്ഞാന്ന് മാർച്ച് 31 പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുന്നു. പക്ഷേ പോലീസ് കൃത്യമായി കേസെടുത്തില്ല എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എഫ്ഐആർ ഇട്ടത് ഇന്നലെ ഉച്ചയ്ക്ക് 12:30-ക്കാണ് ഈ അപ്പക്കുഞ്ഞി മൊഴി നൽകിയതായി പോലീസിന്റെ എഫ്ഐആറിലുള്ളത്. അതുപോലെ തന്നെ വൈകിട്ട് ഒരു 3:30-ക്ക് ശേഷമാണ് പോലീസ് എഫ്ഐആർ രേഖപ്പെടുത്തുന്നത്. പക്ഷേ മിനിഞ്ഞാന്ന് ഈ മാർച്ച് 31 പോലീസിന് പരാതി ലഭിച്ചു എന്നാണ് മകളും അതുപോലെ തന്നെ ഈ നാട്ടുകാരും പറയുന്നത്. മാർച്ച് 31 തന്നെ അപ്പക്കുഞ്ഞിയുടെ തലയ്ക്ക് 22ഓളം സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അന്ന് ഹാമർ കൊണ്ട് തലക്കടിച്ചിരുന്നു. അതിനുശേഷം ഈ തുന്നലുമായി, തലയിൽ കെട്ടുമായി അദ്ദേഹം വീട്ടിലേക്ക് തന്നെ, പോലീസിൽ പരാതി നൽകിയതിന് ശേഷം ആശുപത്രിയിൽ പോയി, തുടർന്ന് വീട്ടിലേക്ക് തന്നെ വരുന്നു. വൈകുന്നേരം വീണ്ടും ബ്ലീഡിംഗ് ഉണ്ടാവുന്നു. അതിനുശേഷം മകൾ വീണ്ടും ആശുപത്രിയിൽ എത്തിക്കാമെന്ന് പറഞ്ഞ് ഈ വീട്ടിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ അദ്ദേഹം ആശുപത്രിയിൽ പോകാൻ തയ്യാറായില്ല. ഇന്നലെ മുതൽ തന്നെ ഈ പ്രമോദ്, മകൻ പ്രതി, അദ്ദേഹം ഈ വീട്ടിലുണ്ടായിരുന്നില്ല. പോലീസ് ടവർ ലൊക്കേഷൻ പരിശോധിച്ച് വരികയായിരുന്നു. പക്ഷേ പോലീസിന്റെ ഒരു വിശദീകരണം വരുന്നത് ഇയാളെ പിടികൂടാൻ സാധിച്ചില്ല, ടവർ ലൊക്കേഷൻ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ പിടികൂടാൻ സാധിച്ചില്ല എന്നാണ് പോലീസിന്റെ ഒരു വിശദീകരണം വരുന്നത്. ഉച്ചയോടുകൂടി വീണ്ടും വീട്ടിലേക്ക് വരുന്നു. തുടർന്ന് അച്ഛനെ മർദ്ദിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വീടിന്റെ ഉൾവശമൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്ന പോലെ തന്നെ വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് ഈ പ്രതി അകത്തു കടന്ന് പിതാവിനെ മർദ്ദിച്ചിരിക്കുന്നത്. SKN. ഓക്കെ, അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത്. ഒരു സുഹൃത്ത് മനോജ് പറയുന്നത്, താങ്കൾ ആസൂത്രകനായ ആകാശവാണിയുടെ പ്രഭാതപേരി കേരള ജനത ഇന്ന് ഓർമ്മിക്കുമെന്നാണ് ഈ വാർഷിക വേളയിൽ അദ്ദേഹം പറയുന്നത്. മനോജ്, അതിൻ്റെ ആസൂത്രകൻ ഞാനായിരുന്നില്ല. അതിൻ്റെ കുറേ അധികം കാലം അതിൻ്റെ തലപ്പത്ത് പറക്കോട് ഉണ്ണികൃഷ്ണനായിരുന്നു, അലക്സ് വള്ളക്കാലിലായിരുന്നു അവതാരകൻ. അതുപോലെ എസ് ഗോപാലകൃഷ്ണൻ, എൻ വാസുദേവ് തുടങ്ങിയ ആളുകളായിരുന്നു അതിൻ്റെ സജീവ അംഗങ്ങൾ. ഞാനതിൽ ചേരുന്ന പലപ്പോഴും എൻ്റെ സറ്റയർ എഴുതാനും അതുപോലെ ചില പരിഹാസ സ്കിറ്റുകൾ ഉണ്ടാക്കാനും ഒക്കെയായിരുന്നു. പറക്കോട് ഉണ്ണികൃഷ്ണനായിരുന്നു മുഖ്യമായും പ്രഭാതപേരി ആകാശവാണി ചെയ്തിരുന്നത്.